KGT എഡ്യൂക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിനൊക്കെ +1 സയൻസിന് CBSEക്കും സ്റ്റേറ്റിനും അതുപോലെ എൻട്രൻസിനൊക്കെ ഇതിനെ അപ്ലൈ ചെയ്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ 9th ഫിസിക്സിലും ഒക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. സ്കെലാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ അതിനുള്ളൂ. ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ അതിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസ്റ്റൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ പാത്ത് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിരിക്കുന്ന പാത്താണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 0 ആവാം, നെഗറ്റീവ് ആവാം, അതുപോലെ തന്നെ ഓൾവേസ് പോസിറ്റീവ് ആവാം. പക്ഷേ ഡിസ്റ്റൻസ് ഒരു കാരണവശാലും 0യും നെഗറ്റീവും ആവില്ല. ഇറ്റ് ഓൺലി ബി അത് പോസിറ്റീവ് വാല്യൂ മാത്രമായിരിക്കും ഡിസ്റ്റൻസിന്. ഞാനൊരു എക്സാമ്പിളും കൂടി പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു വ്യക്തി ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയി വിചാരിക്കാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ അയാളോട് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, സവാരി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുകയാണ് ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് അനുസരിച്ച് പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, അതുകൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എറണാകുളം ടു തൃശ്ശൂർ ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരമാണെങ്കിൽ മൊത്തം 160 കിലോമീറ്റർ ആയിരിക്കും അവിടെ ഡിസ്റ്റൻസ് വരിക. ആ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അനുസരിച്ച് പൈസ തിയററ്റിക്കലി അത് കറക്റ്റ് ആണെങ്കിൽ പോലും അത് ഓട്ടോറിക്ഷക്കാരൻ സമ്മതിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നാൽ ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.